ഈശോയ്ക്കും അമ്മമാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജീന, എൻ്റെ വീട് ഏറ്റുമാനൂരാണ്. ഞാനൊരു നേഴ്സായിട്ട് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായി കൃപാസനം മാതാവിനെ പറ്റി അറിയുന്നത് 2017 ഞാനപ്പോൾ OETക്ക് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞാണ് ഞാൻ ഈ മാതാവിനെ പറ്റി ആദ്യമായി അറിയുന്നത്. അപ്പോൾ മമ്മി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് OET എല്ലാത്തിനും B ഗ്രേഡ് വീതം കിട്ടിയിരുന്നു. അത് മമ്മി ഓൾറെഡി സാക്ഷ്യപ്പെടുത്തിയതാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ അവിടെ ഓസ്ട്രേലിയയിലായിട്ട് പിന്നെ PR-ന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷെ PR-ന് അപ്ലൈ ചെയ്തിട്ട് 4 മാസമായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല, തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഞാനപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു 2023 ഓഗസ്റ്റിൽ. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 10 ദിവസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 9ാമത്തെ ദിവസം എനിക്ക് PR ലഭിക്കുകയായിരുന്നു, ഞങ്ങൾ ഫാമിലിക്ക് എല്ലാവർക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥിച്ചിരുന്നു ഓസ്ട്രേലിയയിൽ. അങ്ങനെ കുറേ വീടുകൾ കണ്ടു, 3-4 മാസം കുറേ വീടുകൾ കണ്ടു. പക്ഷേ ഏത് വീട് എന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ വീട് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു വീട്ടിലിങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ ഞാനും അപ്പോൾ എൻ്റെ മമ്മിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു നല്ല അടിപൊളി വീട് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ജോലി മേഖലയിലാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പം എനിക്കപ്പോൾ സഹായത്തിന് ആരുമില്ല. ഞാനപ്പോൾ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ത്രൂ ഔട്ട് ഉടമ്പടിയിലായിരുന്നു, ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു ഇത്രയും നാൾ. അപ്പം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും പിന്നെ ഞാൻ ജോലിക്ക് കയറും മുമ്പേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറുണ്ടായിരുന്നുള്ളൂ. അതുമൂലം മാതാവിൻ്റെ പൂർണ്ണ സംരക്ഷണയിലായിരുന്നു ഞാൻ എപ്പോഴും. പിന്നെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് ആകാനും എനിക്ക് സാധിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ ഏറ്റവും വലിയ ഇടപെടലിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതം. പിന്നെ ഞാനിങ്ങനെ മാതാവായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ജീവിത പങ്കാളിയും ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് ഒരു സാഹചര്യം മാതാവ് ഉണ്ടാക്കി തരണമെന്ന്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്ക് നടത്തിയതേ ഉള്ളൂ. പക്ഷെ മാതാവ് അതിനും വലിയൊരു വഴിയൊരുക്കി. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഉടമ്പടി എടുത്തു. മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി തന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞുമക്കളും അമ്മയുടെ പൂർണ്ണ സംരക്ഷണതയിലാണ്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു. പിന്നെ ധ്യാനങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാ ദിവസവും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പം ഞാനൊരു നേഴ്സായതുകൊണ്ടും കുഞ്ഞുങ്ങളെല്ലാം കൂടെ നമുക്ക് ഓടിയെത്തുമല്ല. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്ക് ഡ്രൈവ് പോകുമ്പോഴും അങ്ങനെയല്ല എപ്പോഴും സാക്ഷ്യങ്ങളായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തി, കൂടുതൽ കൊന്ത ചെല്ലാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. പിന്നെ എനിക്ക് ക്ഷമിക്കാനും ഒക്കെ മാതാവ് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു. എൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് കൺട്രോളാകാനും മാതാവ് അനുഗ്രഹം തന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ കൂടുതൽ മുന്നോട്ട് വരാൻ മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ജീവിതത്തിൽ ചെറുതും വലുതുമായി മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പുറപ്പാട് 33:13 അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. ജീന സ്റ്റീഫൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വളരെ പ്രത്യേകതയുള്ള ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓസ്ട്രേലിയയിൽ മോൾക്ക് PR-ന് വേണ്ടി 5-6 മാസം പരിശ്രമിച്ച് പരാജയപ്പെട്ട് അത് എന്താകുമെന്നറിയാതെ ക്ലേശിക്കുമ്പോൾ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയെടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ PR-ൻ്റെ കാര്യങ്ങൾ ശരിയായി കിട്ടിയതിൻ്റെ സമയച്ചുരുക്ക സാക്ഷ്യമാണ് മകൾ ആദ്യം പങ്കുവച്ചത്. അവിടെ ഒരു ഭവനത്തിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു വീട് കണ്ടെത്തുകയും അത് മനസ്സിനിണങ്ങുന്നു എന്ന മാതാവിൻ്റെ സന്ദേശം കിട്ടിയതുകൊണ്ട് അവിടെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചിട്ട് പോരുകയും അങ്ങനെ ആ വീട് തന്നെ എവിടെയാണോ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചത് ആ വീട് തന്നെ മകൾക്ക് അനുവദിച്ച് കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് രണ്ടാമത് പങ്കുവച്ചത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് വിശ്വസ്തതയുള്ളവരും ദൈവത്തോട് വിശ്വസ്തതയുള്ളവരുമായി മാറ്റുകയാണ്. നമുക്ക് എത്ര കണ്ട് ദൈവസന്നിധിയിൽ എളിമയോടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഇത് നൈയാമികമായ ശക്തികൾക്കപ്പുറം, ലോകത്തിൻ്റെ ശക്തികൾക്കപ്പുറം
മറ്റ് ആരെങ്കിലുമൊക്കെ ഇടപെട്ടുള്ള ശക്തികൾക്കപ്പുറം എൻ്റെ കർത്താവിന് ഏതൊരു തടസ്സവും ഏതൊരു കാലതാമസവും ഏതൊരു പ്രതിസന്ധിയും മാറ്റിത്തരുവാൻ കഴിവുണ്ടെന്ന ബോധ്യത്തോടു കൂടി നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമുക്കത് അനുഗ്രഹമാകും വരെയും അമ്മ മാതാവും തിരുക്കുമാരനും കൂടെ നിൽക്കും എന്നതിൻ്റെ അടയാളപ്പെടുത്തലുകളും സാക്ഷ്യവുമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. 2 നിയോഗവും മകൾ വയ്ക്കുമ്പോൾ നാളെ കുറച്ച് കഴിഞ്ഞിരുന്നു. മകളെ അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അന്വേഷണം കുറേ നാളായി നടക്കുന്നുമുണ്ട്. എങ്കിലും തനിക്ക് കണ്ടെത്താനാവാത്തത്, തൻ്റെ കരങ്ങളിൽ തൻ്റെ അവിടെയുള്ള ജീവിതം സുരക്ഷിതമാകാനാവാത്തത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഭാരം മുഴുവനും ലഘൂകരിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റനാക്കിക്കൊണ്ട് അമ്മ മാതാവ് തീരുമാനങ്ങൾ നൽകി ജീവിതം സുരക്ഷിതമാക്കി അവിടെ തുടർച്ചയായ വാസത്തിനുള്ള വഴികൾ ഒരുക്കി തന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ മകളെ സഹായിച്ചതിനെയാണ് ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. പ്രിയമുള്ളവരെ, ഏത് ഭാരമാവട്ടെ, ഏത് പ്രതിസന്ധിയാവട്ടെ, ഏത് ജീവിതം മുന്നോട്ട് പോകുവാൻ തടസ്സമായി നിൽക്കുന്ന പ്രശ്നമാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് വിശ്വാസത്തോടും എളിമയോടും ഏൽപ്പിച്ചു കൊടുത്ത് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ വെളിപ്പുറത്ത് തിരുക്കുമാരനെ കൊണ്ടുവന്ന് ആ ജീവിത വിഷയം പരിഹരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കും. അതിൻ്റെ സാക്ഷ്യം ഈ അൾത്താരയിൽ ഈ സഹോദരി പങ്കുവയ്ക്കുന്നു. ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.